ലൈഫ് നിങ്ങൾ ഡ്രീം ചെയ്യേണ്ടത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരിക്കണം ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ ഈ നാടിൻ്റെ അഭിമാനമാണ്. നാളെ കേരളം, ഇന്ത്യ, തമിഴ്നാട് ഇതൊക്കെ എന്താകണം എന്ന് തീരുമാനിക്കാൻ പവറുള്ളവരാണ് നിങ്ങൾ. അതിന് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ വിഭവം യുവർ ടൈം, നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ സമയമാണ് പ്രധാനം. സമയത്തെ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് നാളെ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്നത്. ഞാൻ ഈ പറയുന്നതിൽ ഒന്നുകൂടി വ്യക്തമായി പറയുന്നു. അതിനർത്ഥം ഇന്നു മുതൽ മുഷിഞ്ഞിരുന്ന് പഠിക്കണം എന്നില്ല. സന്തോഷത്തോടെ മാത്രമേ പഠിക്കാവൂ. സന്തോഷത്തോടെ പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഓർത്തു വെക്കാനുള്ള കഴിവുണ്ടാകുള്ളൂ. പഠിക്കുന്നത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, കൂടുതൽ അറ്റൻഷൻ പേ ചെയ്യാൻ, ഇതിനെല്ലാം സാധിക്കുക നിങ്ങൾ സന്തോഷത്തോടെ പഠിക്കുമ്പോഴാണ്. പഠിക്കുമ്പോൾ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന മാറ്റർ ഉണ്ടെങ്കിൽ, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ എഴുന്നേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാനതിൻ്റെ സൊല്യൂഷൻ പറയാം, എൻ്റെ ചെറിയ പരിധിയിൽ നിന്നുകൊണ്ട്. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് സാധ്യതകൾ കൂടുതലാണ്. ചിലപ്പോഴൊക്കെ ചിലരുടെ സംസാരങ്ങളിൽ കേൾക്കാറുണ്ട്, കാലം വളരെ മോശമാണ്. ഞാൻ പറയുന്നത് കാലം വളരെ നല്ലതാണ്. പഴയതിനെ അപേക്ഷിച്ച് ഇന്ന് നല്ല കാലമാണ്. ചിലരൊക്കെ വിദ്യാർത്ഥികളെ പറ്റി പറയും. പ്രത്യേകിച്ച് നിങ്ങളെക്കുറിച്ച് പറയേണ്ടത് അഡോളസെൻസ് എന്നാണ്, കൗമാരം എന്നാണ്. ചിലരൊക്കെ കൗമാരത്തെ പറ്റി പ്രശ്നമുള്ളവരെന്ന് പറയും. സത്യം അങ്ങനെയല്ല. കൗമാരം ഏറ്റവും അനുഗ്രഹീതമായ പ്രായമാണ്, ഏറ്റവും നല്ല ചിന്തയുള്ള പ്രായമാണ്. മറ്റുള്ള പ്രായത്തെക്കാൾ സേവനം ചെയ്യാൻ മനസ്സുള്ളവർ നിങ്ങളുടെ ഈ പ്രായമുള്ളവരാണ്. നല്ല ചിന്തയുള്ളവർ ഈ പ്രായമുള്ളവരാണ്. നന്നായി നല്ല കാര്യങ്ങൾ, വിഭവസമൃദ്ധമായ ഒരു ലോകം സൃഷ്ടിക്കണമെന്ന് ചിന്തിക്കുന്നവർ നിങ്ങളാണ്. നിങ്ങളിലുള്ള കഴിവ് ധാരാളമാണ്. എനർജി വളരെ കൂടുതലാണ്. നിങ്ങളുടെ കഴിവുകൾ കൂടുതലാണ്. ഈ കാലഘട്ടത്തിൽ ഡിവൈസുകളുടെ ലോകം, ആൽഫ ജനറേഷൻ, അത് കുറച്ചുകൂടി ജനറേഷൻ മാറി പറയാൻ പോവുകയാണ്. ഈ ജനറേഷൻ ഒന്നും കുഴപ്പമൊന്നുമില്ല. ആൽഫ ജനറേഷൻ എന്ന് വിളിക്കാൻ കാരണം ഡിവൈസുകൾ കൂടുതൽ യൂസ്ഫുൾ ആയി എന്നതാണ് ആൽഫ ജനറേഷനെ കുറിച്ച് പറയുന്നത്. ചിലരൊക്കെ അത് നെഗറ്റീവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഡിവൈസുകൾ ഒരു പ്രശ്നമാണ്. ഞാൻ പറയുന്നു, ഡിവൈസുകൾ പ്രശ്നമല്ല, ഡിവൈസുകൾ ഒരു സാധ്യതയാണ്. ഡിവൈസുകൾ ഒരു സാധ്യതയാണ്. ഈ ഡിവൈസിൽ നിങ്ങൾ വേസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നോ അതല്ല വളരെ വാല്യുബിളായ കുറെ അങ്ങനത്തെ ഒരുപാട് തിങ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ അതിനുപയോഗിക്കുന്നോ? നിങ്ങൾ വേസ്റ്റ് ആയിട്ടുള്ള റീൽസ് കണ്ടു കുറെ ആള്, വളരെ ചീപ്പായ ലൈഫ് മൊമെന്റ്സ്, വളരെ ചീപ്പ് മൊമെന്റ്സ്, യാതൊരു വാല്യൂ ഇല്ലാത്ത മൊമെന്റ്സ്, അത് റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നു. നമ്മൾ അത് കണ്ടിരുന്ന് സമയം കളയാം. അങ്ങനെ കളയുമ്പോൾ ആ കഴിഞ്ഞ സമയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മുഖം വികൃതമാകും. ഞാൻ നേരത്തെ ലഹരി പാർട്ടിയെ കുറിച്ച് പറഞ്ഞല്ലേ? ലഹരി പാർട്ടിയെ കുറിച്ച് നിങ്ങൾ പാരന്റ്സിന്റെ മുമ്പിൽ റീകോൾ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇരിക്കും? സന്തോഷമായിട്ടിരിക്കോ? ഇല്ല. അതുപോലെ ഈ വേസ്റ്റ് ആയിട്ടുള്ള റീൽസ്, ഷോർട്സ് അല്ലെങ്കിൽ അതുപോലുള്ളത് കണ്ട് സമയം കളയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തെ വെളിച്ചം മങ്ങും. നിങ്ങളുടെ മുഖം വളരെ കളർഫുൾ ആണ്. നിങ്ങളിൽ എല്ലാവരും, നിങ്ങളുടെ മുഖം വളരെ എനർജറ്റിക്കലാണ്. ഒരു പൂന്തോട്ടത്തിലെ പുഷ്പത്തെക്കാൾ വിഭവസമൃദ്ധമാണ്, ആനന്ദകരമാണ്, മാനുഷിക മൂല്യമുള്ളൊരു മനുഷ്യന് നിങ്ങളുടെ മുഖം. നാളെയുടെ ഈ നാടിനെ കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു നല്ല മനുഷ്യന് വലിയ ധന്യമാണ് ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം.